ഒരിക്കൽ ഒരു കർഷകൻ തന്റെ ചെറിയ വണ്ടിയിൽ സാധനങ്ങൾ നിറച്ച് ചന്തയിലേക്ക് പോവുകയായിരുന്നു. മഴ പെയ്ത കാരണം വഴിയിലാകെ ചെളിയായിരുന്നു. പെട്ടെന്ന് വണ്ടിയുടെ ചക്രം ഒരു ആഴത്തിലുള്ള ചെളിക്കുണ്ടിൽ താഴ്ന്നുപോയി. കർഷകൻ വണ്ടിയിൽ നിന്നിറങ്ങി അതിനെയൊറ്റം നടന്ന് സങ്കടപ്പെടാൻ തുടങ്ങി. അയാൾ ആകാശത്തേക്ക് നോക്കി നിലവിളിച്ചു, ദൈവമേ, ഞാൻ ഇനി എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ വലിയ ഉപകരണങ്ങളില്ല, എന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ല. ഈ വണ്ടി ഇവിടെ കിടന്ന് നശിച്ചു പോകുമല്ലോ. അയാൾ അവിടെ ഇരുന്ന് കരയുവാനും തൻ്റെ വിധിയെ പഴിക്കുവാനും തുടങ്ങി. അപ്പോൾ അവിടുന്ന് കടന്നുപോയ ഒരു വയോധികൻ ഇത് കണ്ടടുത്തു വന്നു. അയാൾ പറഞ്ഞു, മകനെ, നീ എന്തിനാണ് കരയുന്നത്? ആ ചക്രത്തിന്റെ ചൂട്ടിലുള്ള ചെളി നീക്കം ചെയ്യാൻ നീ ഒന്ന് കൈ നനയ്ക്കാൻ പോലും തയ്യാറായില്ലല്ലോ. നീ നിന്റെ തോളുകൾ ആ ചക്രത്തോട് ചേർത്ത് ഒന്ന് തള്ളുവാൻ നോക്കൂ. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് ദൈവത്തെ വിളിക്കാം. കർഷകന് തന്റെ തെറ്റ് മനസ്സിലായി. അയാൾ ചെളിയിലിറങ്ങി ചക്രത്തിന് തടസ്സമായി നിന്ന കല്ലുകളും മണ്ണും നീക്കം ചെയ്തു. തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് വണ്ടി ഒന്ന് തള്ളിയപ്പോൾ അത് പെട്ടെന്ന് ചെളിയിൽ നിന്ന് കയറി. ഈ കഥയും കടക്കണയും തമ്മിലുള്ള ബന്ധം. മൈക്രോ ലോണുകളുടെ കുരുക്കിൽപ്പെട്ടവർ ഇന്ന് ആ കർഷകനെ പോലെയാണ്. ചെളിക്കുണ്ട് നമ്മൾ എടുത്ത ഓരോ ചെറിയ ചെറിയ ലോണുകളാണ്. അതിൽ ചക്രം താഴുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് പേടിച്ച് കരയുകയാണ്. കരച്ചിൽ നിർത്തുക. അയ്യോ, കടം കയറിയല്ലോ, ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കുന്നത് കൊണ്ട് ആ ചക്രം മുകളിൽ വരില്ല. ആ ഇരിക്കുന്നത് ഓരോ നിമിഷവും പലിശ കൂടിക്കൂടി വരികയല്ലാതെ വേറൊന്നും സംഭവിക്കാനും പോണില്ല. ആദ്യത്തെ ചുവട് വയോധികൻ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ആ ചെളിയിലേക്ക് കൈയിറക്കണം. അതായത് എവിടെയാണ് അനാവശ്യ ചിലവുകൾ ഉള്ളതെന്ന് നോക്കി അത് നിർത്തണം. ചെറിയ വരുമാനമാണെങ്കിലും അതിൽ നിന്നും ഒരു ഭാഗം മാറ്റിവെച്ച് ഏറ്റവും ചെറിയ ലോൺ ആദ്യം ക്ലോസ് ചെയ്യാൻ നോക്കുക. സഹായം തേടുക. കർഷകൻ ഒറ്റയ്ക്ക് ശ്രമിച്ചപ്പോൾ വണ്ടി നീങ്ങി. അതുപോലെ നമ്മൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ സഹായിക്കാൻ ആരെങ്കിലും വരും. പക്ഷേ നമ്മൾ ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നാൽ ആരും വരില്ല. കടം കുറ്റകൃത്യമല്ല, പക്ഷേ അതോർത്ത് ജീവിതം അവസാനിപ്പിക്കുന്നത് വലിയൊരു തെറ്റാണ്. ലോൺ എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അന്തസ്സ് പോയിട്ടില്ല. അത് കൃത്യമായി പ്ലാൻ ചെയ്ത് അടച്ചു തീർക്കുന്നതിലാണ് യഥാർത്ഥ ഹീറോയിസം. മൈക്രോ ഫിനാൻസുകാർ വാതിക്കൽ വരുമ്പോൾ പേടിക്കരുത്. പകരം നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ ആലോചിക്കുക.